തണ്ണീർമുക്കം ബണ്ടിലാണ് ബിന്ദുവിന്റെ അസ്ഥികൾ ഉപേക്ഷിച്ചതെന്ന് പ്രതി സെബാസ്റ്റ്യൻ മൊഴി നൽകി. ബിന്ദു പത്മനാഭനെ പച്ച ജീവനോടെ വെട്ടിനുറുക്കി, ശ്വാസം മുട്ടിച്ച് കൊന്നു. എന്നാൽ അവർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. വെട്ടിനുറുക്കാൻ നോക്കുമ്പോൾ അലർച്ച. കൈവിറയ്ക്കാതെ ജീവനോടെ വെട്ടിയെന്ന് ഒരു കൂസലുമില്ലാതെ പോലീസിനോട് സമ്മതിച്ച് നരഭോജി സെബാസ്റ്റ്യൻ. ഇതുവരെ പോലീസിന് മുന്നിൽ വലിയ നാടകം കളിയായിരുന്നു സെബാസ്റ്റ്യൻ. അന്ന് നടന്നതൊന്നും കൃത്യമായി ഓർമ്മയില്ല, ജൈനമ്മയെ അറിയാം, ബിന്ദു ആരാണ് എന്നറിയില്ല എന്നൊക്കെ പോലീസിനെ കുഴപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ക്ഷമയോടെ കാത്തിരുന്ന പോലീസ് ചില തെളിവുകൾ പുറത്തിട്ട് കാലൻ സെബാസ്റ്റ്യനെ കുടുക്കി. ജൈനമ്മയെ മാത്രമല്ല, ബിന്ദു പത്മനാഭനെയും കൊന്നത് താനാണെന്ന് ഒടുക്കം സമ്മതിക്കേണ്ടി വന്നു. കൊലപാതക രീതിയും മൃതദേഹങ്ങൾ മറവ് ചെയ്ത രീതിയും കേട്ട് പോലീസ് പോലും വിറച്ചു. ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് കൊലപ്പെടുത്തുന്നത്. പിന്നീട് മൃതദേഹം പറമ്പിൽ തന്നെ കുഴിച്ചിട്ടതായി ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിക്കുകയായിരുന്നു. കുഴിച്ചിട്ട മൃതദേഹം നാളുകൾക്ക് ശേഷം അഴുകി അസ്ഥി മാത്രമായപ്പോൾ പുറത്തെടുത്ത് വെട്ടി നുറുക്കി കത്തിച്ച് ചാരമാക്കി പലയിടത്തായി തള്ളിയതായും ഇയാൾ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് ഡിറ്റക്ടീവ് ഇൻസ്പെക്ടർ കെ ഹേമന്ത് കുമാർ വ്യക്തമാക്കി. കത്തിച്ച അവശിഷ്ടങ്ങൾ തണ്ണീർമുക്കം ബണ്ടിൽ നിന്ന് കായലിലേക്ക് തള്ളി. മറ്റിടങ്ങൾ ഓർമ്മയിൽ വരുന്നില്ല എന്നാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. കൊലപാതകം നടന്ന വീട്ടിലും തണ്ണീർമുക്കം ബണ്ടിലും കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ഇനി നിർണായകമാണ്. തണ്ണീർമുക്കം ബണ്ടിൽ തന്നെയാണോ ഇത് ഉപേക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു സംശയവും പോലീസിനുണ്ട്. കാരണം അന്വേഷണം വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഒരു കള്ളം പറഞ്ഞതാണോ സെബാസ്റ്റ്യൻ എന്നുള്ളതും ഒരു പ്രധാന ചോദ്യമാണ്. കൊലപാതകത്തിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ക്ഷമയോടെ ഓരോ കാര്യവും ചെയ്യുന്നതാണ് സെബാസ്റ്റ്യന്റെ ശൈലിയെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ആദ്യ പടിയാണ് മൃതദേഹം കുഴിച്ചിടൽ. എല്ലാം അഴുകി അസ്ഥി മാത്രമായി കിട്ടാനുള്ള ഒരു കാത്തിരിപ്പാണത്. 2-3 മാസം വരെ ഇങ്ങനെ കാത്തിരിക്കും. ഈ സമയം അത്രയും പുറത്ത് മാന്യനായി വിലസി നടക്കും. നാട്ടുകാരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും പലരെയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാട്ടുകാർക്ക് സെബാസ്റ്റ്യൻ നല്ലവനുമായി. ആർക്കും അധികം സംശയം തോന്നിയിരുന്നില്ല. പറമ്പിലെ പുല്ലെല്ലാം വെട്ടി വൃത്തിയാക്കാൻ നാട്ടുകാരിൽ പലരും സെബാസ്റ്റ്യനോട് പറഞ്ഞിരുന്നു. സഹായിക്കാൻ കൂടാമെന്നും പലരും പറഞ്ഞതാണ്. അപ്പോഴെല്ലാം സെബാസ്റ്റ്യൻ പറയാറ്, വളരട്ടെ, പുല്ലും ചെടികളുമല്ലേ, ശുദ്ധവായു ശ്വസിച്ച് കിടക്കാമല്ലോ എന്നാണ്. എന്നാൽ പള്ളിപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് വീടിന് ചുറ്റും ഒരു കാട് തന്നെ വളർത്തിയെടുത്തത്. കൊലപാതകങ്ങൾ ഓരോന്നും പലപ്പോഴായാണ് ഇയാൾ ചെയ്തതെന്ന് പോലീസ് പറയുന്നു. ഇതാണ് ഇയാളുടെ രീതിയെങ്കിൽ ജൈനമ്മയെയും കൊന്നു കുഴിച്ചിട്ട് പിന്നീട് പുറത്തെടുത്ത് അസ്ഥികൾ കത്തിച്ചിട്ടുണ്ടാകാമെന്ന് പോലീസ് സംശയിക്കുന്നു. ജൈനമ്മയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങൾ അത്തരം സൂചനയാണ് നൽകുന്നത്. നീണ്ട നാളത്തെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമാണ് സെബാസ്റ്റ്യനിൽ നിന്ന് പോലീസ് സത്യങ്ങൾ തുപ്പിച്ചത്. ജൈനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനിടെയായിരുന്നു ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ച് സെബാസ്റ്റ്യനിൽ നിന്നും വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 2006 മെയ്യിലാണ് ബിന്ദുവിനെ കൊലപ്പെടുത്തുന്നത്. 19 വർഷം മുൻപ് നടന്ന കൊലപാതകമാണ് എന്നതിനാൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക ഇനി അസാധ്യമാണ്. പോരാത്തതിന് തണ്ണീർമുക്കം ബണ്ടിലാണ് ഇത് തള്ളിയതെന്ന് സെബാസ്റ്റ്യൻ പറയുമ്പോൾ അതൊക്കെ ഇനി എങ്ങനെ കണ്ടെടുക്കാനാണ് അന്വേഷണ സംഘം? അതും അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട്. 2006 ബിന്ദുവിനെ കാണാതാകുന്നത്. അച്ഛനമ്മമാരുടെ വിയോഗശേഷം ബിന്ദു വസ്തു വിൽപ്പനയ്ക്കായാണ് പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടത്. കടക്കരപ്പള്ളിയിലെ മറ്റൊരു ഭൂമി ഇടപാടുകാരനാണ് ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്താൻ സെബാസ്റ്റ്യന് പെട്ടെന്നുണ്ടായ പ്രകോപനം 1.5 ലക്ഷം രൂപ ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ്. ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ സ്ഥലം വാങ്ങാനെത്തിയ ആള് അഡ്വാൻസായി ഈ പണം തന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് ബിന്ദുവിന് കൈമാറിയതെന്ന് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചിട്ടുണ്ട്. ബിന്ദുവിനെ കുഴിച്ചിട്ട ശരീരഭാഗങ്ങൾ 2-3 മാസത്തിന് ശേഷമാണ് പല തവണയായി കുഴിച്ചു പുറത്തെടുത്തത്. അപ്പോഴേക്കും ഇവ ജീർണിച്ച് അസ്ഥി മാത്രമായി കിട്ടിയിരുന്നു. ഒരു തവണ തണ്ണീർമുക്കം ബണ്ടിൽ നിന്ന് കായലിലേക്ക് എറിഞ്ഞുവെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി അവശിഷ്ടങ്ങൾ എവിടെയാണ് എറിഞ്ഞതെന്ന് ഓർമ്മയില്ല എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. ഇത് പക്ഷേ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സെബാസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ചില നാടകങ്ങൾ പുറത്തെടുക്കുന്നതും. സഹോദരൻ വിദേശത്തേക്ക് പോയതോടെ 2004 മുതൽ പള്ളിപ്പുറത്തെ വീട് സെബാസ്റ്റ്യന്റെ കൈവശമായിരുന്നു.
ഇത് കൊലപാതകത്തിനും മൃതദേഹം മുറിച്ച് കുഴിച്ചു മൂടാനും പിന്നീട് അസ്ഥികൾ കത്തിക്കാനുമെല്ലാം ഇയാൾക്ക് സൗകര്യമായി. ചേർത്തലക്കാർ അമ്മാവൻ എന്നാണ് സെബാസ്റ്റ്യനെ വിളിച്ചിരുന്നത്. വസ്തു ഇടപാടുകൾക്ക് ബ്രോക്കർ ആയതുകൊണ്ടായിരുന്നു ഈ ഒരു വിളിപ്പേര് കിട്ടിയത്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ പെൻഷൻ 2006 പകുതി വരെ ബിന്ദു കൈപ്പറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ശേഷമാണ് ബിന്ദുവിന്റെ ഭൂമി വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ വിറ്റത്. ബിന്ദുവിനെ കൊന്ന ശേഷമാണ് ഇതെന്നാണ് നിഗമനം. ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ കുമാറിന്റെ ഉറച്ച നിലപാടും പരാതിയുമാണ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോയതിന് കാരണം. ബിന്ദുവിനെ കാണാനില്ല എന്ന് 2017 പ്രവീൺ പരാതി നൽകിയത്. സഹോദരിയെ അപായപ്പെടുത്തിയിരിക്കാമെന്നും സെബാസ്റ്റ്യൻ അതിൽ പങ്കുണ്ടെന്നും പ്രവീൺ സംശയിച്ചിരുന്നു. ആ സംശയം ശരിയായി. ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ പ്രവീൺ ഇറ്റലിയിൽ ജോലിസ്ഥലത്താണ്. വളരെ ക്രൂരമായി ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നാണ് വിവരം. അതേപ്പറ്റി എന്തെങ്കിലും പ്രതികരിക്കാൻ പോലും എനിക്ക് ശക്തിയില്ല എന്നാണ് പ്രവീണിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ബിന്ദുവിന്റെ കൊച്ചിയിലുള്ള വസ്തുവിന്റെ വിൽപ്പനയ്ക്ക് സെബാസ്റ്റ്യൻ വ്യാജ മുക്തിയാർ ഉണ്ടാക്കിയതും ബിന്ദു എന്ന വ്യാജേന മറ്റൊരു സ്ത്രീയെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കിയെന്ന വിവരവും പുറത്തു വന്നതോടെയാണ് പ്രവീണിന് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നത്. പ്രവീണിന്റെ പരാതിയെ തുടർന്നായിരുന്നു അന്വേഷണ സംഘം കൂടുതൽ ഈ വിഷയത്തിൽ മുൻപോട്ട് പോയത്. തുടർന്ന് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കത്തിക്കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയതോടെ അവ ജൈനമ്മയുടേതാണോ ബിന്ദുവിന്റേതാണോ എന്ന സംശയവും ഉദ്യോഗസ്ഥർക്കുണ്ടായി. തുടർന്ന് ഇറ്റലിയിലായിരുന്ന പ്രവീൺ നാട്ടിലെത്തി DNA സാമ്പിൾ നൽകി. ഇതിന്റെ പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. ബിന്ദുവിനെ പറ്റി സെബാസ്റ്റ്യൻ പറയുന്നത് പലതും കള്ളമാണെന്ന് പ്രവീൺ പോലീസിനോട് തന്നെ വ്യക്തമാക്കിയിരുന്നു. ബിന്ദു ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പ്രവീണിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. എന്നാൽ എല്ലാം സെബാസ്റ്റ്യനിലേക്ക് തന്നെ ഒടുക്കം വിരൽ ചൂണ്ടുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പല തെളിവുകൾ ഇട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോഴാണ് ബിന്ദുവിനെ കൊലപ്പെടുത്തിയത് താനാണ് എന്ന് സെബാസ്റ്റ്യന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നത്. ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുവെങ്കിലും അത് പാതി വഴിയിലിട്ട് അന്വേഷണ സംഘത്തിന് പോകേണ്ടി വന്നു. കാരണം ഒരു തുമ്പും വാലും ഒന്നും അന്ന് കിട്ടിയിരുന്നില്ല. അന്ന് സെബാസ്റ്റ്യൻ രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ജൈനമ്മ തിരോധാന കേസാണ് സെബാസ്റ്റ്യനെ കുടുക്കിയത്. ഇതോടെ വീണ്ടും അന്വേഷണ സംഘത്തിന് സെബാസ്റ്റ്യനിൽ സംശയമുണ്ടാകുകയായിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യലിൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ബിന്ദുവിന്റെ കേസിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇനി ജൈനമ്മയെ കൊന്നതും മൃതദേഹം എന്ത് ചെയ്തുവെന്നും ഇയാളെ കൊണ്ട് തന്നെ പറയിക്കണം. അങ്ങനെ ഒരു വലിയ ഭാരിച്ച ചുമതലയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഉള്ളത്. അതിനി പോലീസിന് എത്ര നാൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതും ചോദ്യമാണ്. വിവാഹിതനാണെങ്കിലും ഒറ്റയാന സമാന ജീവിതമാണ് സെബാസ്റ്റ്യന്റേത്. വിവാഹിതനും 11 വയസ്സുള്ള പെൺകുട്ടിയുടെ അച്ഛനുമാണ് 68 വയസ്സുകാരനായ സെബാസ്റ്റ്യൻ. ഭാര്യയെയും മകളെയും നാട്ടുകാർ ചേർത്തല വീട്ടിൽ അവസാനം കണ്ടത് 5 വർഷം മുൻപാണ്. ഏറ്റുമാനൂരിലെ വീട്ടിലാണ് ഇവരുടെ താമസം. ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നത് ഒരു വലിയ ഹരമായിരുന്നു സെബാസ്റ്റ്യന്. വീട്ടിൽ ഇടയ്ക്കൊക്കെ എത്താറുണ്ട് എന്ന് അയൽവാസികൾ പറയുന്നു. പലയിടങ്ങളിൽ നിന്നും എത്തുന്നവർ ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ ഒത്തുകൂടാറുണ്ടത്രേ.